ആദർശ് അറേഞ്ച് ചെയ്തൊരു പാർട്ടിക്ക് പോവാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. എല്ലാവരും എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും മുത്തശ്ശനും ചെറിയമ്മയും ചെറിയച്ഛനും ദേവ്യാനും ജയനും നവ്യയും അഭിയും അതുപോലെ തന്നെ അനാമികയും അനിയും അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ആദർശും നയനയും എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും നയന ആദർശ് ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും വരുന്നത്. അങ്ങനെ എല്ലാവരും പാർട്ടിയിൽ പോയി നല്ലതായിട്ട് ചില്ല് ചെയ്യാണ്. എല്ലാവരും ഡാൻസൊക്കെ കളിക്കുകയും പാട്ടൊക്കെ പാടുകയും എല്ലാവരും സന്തോഷത്തോടെ തന്നെ അടിച്ചു പൊളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അതിൻ്റെ ഒരു കോർണറിലായിട്ട് മാറിയിരിക്കുകയാണ് അനാമികയും അനിയും. എന്നിട്ട് അനാമികയോട് അനി പറയാണ്, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, ദയവ് ചെയ്ത് നീയും അങ്ങോട്ട് വാ, എല്ലാം കൂടെ ചില്ല് ചെയ്യുന്ന പറയുമ്പം മനസ്സിൽ ഇതുപോലെ ദേഷ്യ സങ്കടം വെച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ പോയി ചിരിച്ചോടെ നിൽക്കാൻ നിങ്ങളുടെ ഏടത്തിയെ പോലെ അത്രയ്ക്കും അഭിനയം പഠിച്ചോളൊന്നും അല്ല ഞാൻ, എനിക്കത് അറിയത്തുമില്ലെന്നൊക്കെ പറയുമ്പം അനി പറയാണ്, എന്തിനാവശ്യമില്ലാതെ എല്ലാ കാര്യത്തിലും ഏട്ടത്തിയെ വലിച്ചഴക്കുന്നത്, ഏട്ടത്തി എന്തെങ്കിലും തന്നെ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ ഏട്ടത്തിയെ അങ്ങനെ പോലും പറഞ്ഞത് തനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ അത്രയ്ക്ക് തനിക്ക് ഏട്ടത്തിയാണോ ഇഷ്ടം ചോദിക്കുകയാണ്. അനി പറയാണ്, പിന്നെ ഏട്ടത്തിന് ഇഷ്ടമില്ലേ? എൻ്റെ ഏട്ടത്തിന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യും, ഒരുപാട് സ്നേഹത്തോടെ എന്നെ പെരുമാറുന്നതൊക്കെ പറയുമ്പോഴേക്കും അനാമിക പറയാണ്, എനിക്കത് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ നീ അവളുടെ അനിയത്തെ തന്നെ അങ്ങ് സ്നേഹിച്ച് കിട്ടാമെന്ന് വിചാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അനി പറയാണ്, ദയവ് ചെയ്ത് നീ എന്നെ ഒന്ന് വെറുതെ വിട്, ഇങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട്, ഇല്ല അനി പറയാണ്, ഇല്ല ഞാൻ നിന്നെ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, ഇനി പറഞ്ഞാൽ ഇവിടെ അടിയും ബഹളമൊക്കെ ആവുമെന്നൊക്കെ അനാമിക പറയാൻ കേട്ടോ. അങ്ങനെ അനി പറയുന്നുണ്ട്, അനാമിക പറയാണ്, ഞാൻ നിനക്കൊരു പ്രശ്നത്തിന് വരുന്നില്ല പോരെ, ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പം ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോവരുത്, ഇവിടുന്ന് പോയപ്പോൾ എന്താ കാരണം എന്നൊക്കെ ചോദിക്കും. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നത്, നീ ഇപ്പം അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നാൽ ആ സന്തോഷം എല്ലാം മാറും, എല്ലാവരും മനസ്സിലാകെപ്പാടെ കരുപിടിച്ച അവസ്ഥയാണ്, കരടുമേക്കേറിയ അവസ്ഥയിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനാമിക പറയാണ്, എനിക്ക് എൻ്റെ കാര്യമാണ് പ്രധാനം, മറ്റുള്ളവരെങ്ങനെയാ ഏതൊന്നും അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയാണ്. ദയവ് ചെയ്ത് നീ ഇങ്ങനെ സെൽഫിഷായിട്ട് ബിഹേവ് ചെയ്യാതെ, നീ വന്നു വരുന്ന കുടുംബത്തിൻ്റെ മഹത്വമൊക്കെ നിനക്ക് അറിയാമല്ലോ, അനന്തപുരി എന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാ അത്, അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അതൊക്കെ പബ്ലിക്കിൽ വാർത്തയാണെന്നൊക്കെ പറയാണ് അനി. എനിക്കറിയാം, നിന്റെ രണ്ട് ഏട്ടത്തിമാർ വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയേക്കുന്നേ, ഒരുത്തി തുണിയില്ലാതെ വരെ ഫോട്ടോഷൂട്ട് നടത്തിയില്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞ കാര്യമാണ്, എന്നിട്ട് നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരുവാണോ, നിനക്ക് എന്നിട്ടും ആ ഏട്ടത്തിമാരല്ലേ എല്ലാം ചോദിക്കുകയാണ്. നവ്യേച്ചി അങ്ങനെയൊക്കെ, നയേച്ചി അങ്ങനൊന്നും ഇല്ല, നവ്യേച്ചി ഇപ്പം മാറി എല്ലാം കൊണ്ടും നല്ല സ്വഭാവത്തിലായി വരുക, ഇപ്പോൾ നീയും കൂടി ഇങ്ങനെ ആയാൽ എന്താ ചെയ്യുക, പണ്ടുണ്ടല്ലോ ജലജ അപ്പച്ചിയും അതുപോലെ എൻ്റെ അമ്മയും വല്യമ്മയൊക്കെ എൻ്റെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നറിയാവോ, പക്ഷെ ഇപ്പം 3 പേരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലേ, നീ വന്നേ പിന്നെ ഇപ്പം എൻ്റെ അമ്മയും വല്യമ്മയും കൂടെ അടിയായിരുന്നു പറയാണ്. ഓഹോ, അപ്പം ഞാനാണോ അതിനെല്ലാം കാരണക്കാരും ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എങ്ങനെ ഉദ്ദേശിച്ചത്, നീ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറയാണ്. അല്ല അനാമിക, ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നയനെയും അവളുടെ വല്യമ്മേനെ ഓർന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്കറിയാവോ ആ വല്യമ്മേനെ എന്തുമാത്രം സ്നേഹിച്ചാൽ വളർത്തിയെന്ന്, ആദർശിൻ്റെ എന്നെ ഒരേ കണ്ണിലാണ് കണ്ടുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം അമ്മ അതെല്ലാം മറ്റൊരർത്ഥത്തിലാക്കിയില്ലേ, അതൊക്കെ വല്യമ്മയ്ക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടെന്ന് പറയാണ്. അനാമിക പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം, വിവാഹം കഴിച്ചു പോയില്ലേ, ഇനി അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ വിവാഹത്തിൽ തന്നെ പിന്മാറാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അനിയോട്. അനി പറയാണ്, അനാമിക കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എനിക്ക് നന്ദുവിനോട് യാതൊരു ബന്ധവും ഇല്ല, നന്ദുവിന് എന്നോടും ഇല്ല, അതിൽ പിന്നെ ഞങ്ങൾ കണ്ടിട്ടും ഇല്ല, ദയവ് ചെയ്ത് നീ ഇങ്ങനെ വിഷയം ഉണ്ടാക്കരുത്, നന്ദുവിൻ്റെ പേരും പറഞ്ഞ് നമ്മുടെ ജീവിതത്തിനെ വെറുതെ കളയുന്നേ, എന്തായാലും നമ്മൾ വിവാഹം കഴിച്ചു, നമ്മൾ രണ്ട് കോളിൽ നിന്ന് ഇപ്പോൾ ഒന്നായിരിക്കുക, അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ പുറത്തുപെട്ട് ജീവിച്ചു പോകണമെന്ന് അനി പറയുന്നുണ്ട്. അനാമിക പറയാണ്, ഞാൻ അതിന് ശ്രമിക്കാറൊക്കെയുണ്ട്, പക്ഷേങ്കിൽ നിന്റെ പ്രവൃത്തികളൊന്നും എനിക്ക് ദഹിക്കാൻ പറ്റുന്നില്ല, നിന്റെ ആ ഏടത്തി സ്നേഹം ഉണ്ടല്ലോ അതങ്ങ് വേണ്ടെന്ന് വെച്ചേരെ, ആ ഏടത്തി നീ സ്നേഹിക്കും തോറും എനിക്ക് നിന്നോട് നന്ദുവിനെ നീ സ്നേഹിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയുമ്പം അനി പറയാണ്, ശരി എൻ്റെ വീട്ടിൽ സമാധാനത്തിന് വേണ്ടി നിന്നെ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് തന്നെ ഇനി എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാന്നൊക്കെ പറയുമ്പം ഓഹോ അങ്ങനെയൊന്നും നീ എന്നോട് ദയ കാണിക്കൊണ്ടും വേണ്ട, നിന്റെ ഔദാര്യം എനിക്ക് വേണ്ടെന്നൊക്കെ പറയാണ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പ്ലീസ്, അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇങ്ങനെയല്ല, നീ ഇപ്പം എൻ്റെ ഭാര്യ ആയതിപ്പം പിന്നെ നീ നന്ദുവിനെ മറന്നു, പൂർണ്ണമായിട്ടും മറന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയും അനിയും അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇത് ആദർശ മുത്തശ്ശനൊക്കെ ശ്രദ്ധിക്കുകയാണ്.
മുത്തശ്ശൻ ആദർശോട് പറയാണ് അനിയും അനാമികയും എന്തോ വഴക്കാണെന്ന് തോന്നുന്നു പറയുമ്പം ജാനകി പറയുന്നുണ്ട് എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും, അങ്ങനെയാണല്ലോ ഇവിടെ ബാക്കി ഓരോരുത്തരൊക്കെ പ്രവർത്തികൾ. അപ്പോഴേക്കും എല്ലാവരുടെ മുഖത്ത് ചിരിയൊക്കെ അങ്ങ് മായുന്നുണ്ട്. ചെറിയച്ഛൻ പറയാണ് ജാനകി ശബ്ദിച്ചു പോവരുത്, ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോവും, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ്, അതുകൊണ്ട് നീ മിണ്ടിപ്പോവരുതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജാനകി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് പറയാണ് മുത്തശ്ശി അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും, അത് അവർ തന്നെ പറഞ്ഞ് തീർത്തോളും, നമ്മളതിലൊന്നും ഇടപെടാൻ പോകണ്ട. ഇപ്പോൾ തന്നെ അവർ രണ്ടുപേരും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എണീച്ച് വരും. നമ്മുടെ അനിയുടെ സ്വഭാവം നമുക്ക് അറിയാവുന്നതാണല്ലോ, അവരെല്ലാം പറഞ്ഞ് ശരിയാക്കി അവളെയും കൂട്ടി കൂടെ വന്നോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ അനാമികയും കൂട്ടി വന്ന് ജോയിൻ ചെയ്യുകയാണ്. ഈ സമയത്ത് എല്ലാവരും ചോദിക്കുകയാണ് എന്താ മക്കളെ, എന്താ മൂടഭാരിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അല്ല അനാമിക ഒരു തലവേദന പോലെ ഞങ്ങളെ സംസാരിക്കുമായിരുന്നു മുത്തശ്ശ, വേറെ പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ അനാമിക ഇങ്ങനെ ദേഷ്യം കൊണ്ട് നിങ്ങൾ നയനെ നോക്കി ദഹിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നവ്യ കാണുന്നുണ്ട്. അപ്പം നവ്യ നയനോട് രഹസ്യമായിട്ട് പറയാണ് അവൾ നിന്നെ ഇപ്പോൾ നോക്കി ഇങ്ങ് ദഹിപ്പിച്ച് കളയലോട് ഇന്ന് പറയുന്നുണ്ട്. ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക, എന്തേലും കാണിച്ചിട്ട് പോട്ടെ, നമ്മളൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട, കൊച്ചു കുട്ടിയല്ലേ, നമ്മുടെ നന്ദുവിൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും മെച്യൂരിറ്റിയുടെ കുറവുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനാമിക ഇങ്ങനെ നയനെ നോക്കിക്കൊണ്ട് ദഹിപ്പിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവരിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴേക്കും നവ്യ ഇങ്ങനെ അനാമികയുടെ കാലിൽ ഇങ്ങനെ തോണ്ടുകയാണ്. അനാമിക പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നവ്യയിൽ നോക്കുമ്പോഴേക്കും എന്താടി എന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ ചോദിക്കുകയാണ് അനാമികയോട്. മിണ്ടാതെ എവിടെ കഴിച്ചോ അല്ലെങ്കിൽ കൊന്നു കളയുമ്പോൾ ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് നവ്യ. ഇത് കണ്ടപാട് അനാമിക ഇങ്ങനെ പെട്ടെന്ന് തല കുണിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഇത് കണ്ടിട്ട് അനി ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി, നവ്യനെ കാണിച്ചപ്പോൾ അനാമികയ്ക്ക് ചെറിയൊരു പേടിയെന്നുള്ള കാര്യം മനസ്സിലായി കേട്ടോ. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ എല്ലാവരും പോകാൻ ഇറങ്ങുകയാണ്. കഴിച്ചിട്ടൊക്കെ കൈയൊക്കെ കെട്ടിലിന് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് നയനയും ആദർശും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നടന്നു പോവാണ്. നവിയും അബിയും നടന്നു പോകുന്നുണ്ട്. പുറകെ അനിയും അനാമിക്കും ഒരു ചേർച്ചയിലുണ്ട് ഇങ്ങനെ അകന്ന് മാറി നടന്നു പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പുറകിൽ നിന്ന് പറയാണ് നമ്മൾ ചെയ്തത് വലിയൊരു അപരാധമായി പോയോ സാവിത്രി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ഇപ്പം അങ്ങനെ തോന്നാന്ന് ചോദിക്കുമ്പം അല്ല കണ്ടില്ലേ, അവർ തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല, ഒരിക്കലും വിവാഹം കഴിക്കാൻ ആലോചിച്ചിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു ആദർശ് നയനയും അബിയും നവിയൊക്കെ, അവരൊക്കെ ഒന്നായത് കണ്ടില്ലേ. പക്ഷെങ്കിൽ അനിയുടെയും അനാമികയുടെയും കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. അവന്റെ മനസ്സിൽ ഓൾറെഡി നന്ദു ആയിരുന്നല്ലോ, ഇനി അത് മായോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വാക്ക് കൊടുത്തു എന്നുള്ള ഒറ്റ പേരുകൊണ്ട് ഞാൻ അവരുടെ ജീവിതം വെച്ച് കളിക്കായിരുന്നു ഒരു സംശയം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാണ് നിങ്ങളിപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, അതൊക്കെ മാറിക്കോളും, രണ്ടുപേരും പരസ്പരം നല്ല സ്നേഹത്തിലായിക്കോളും, നമ്മുടെ അനിമോന്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ, അവനെല്ലാമായിട്ട് പൊരുത്തപ്പെട്ടോളും എന്നൊക്കെ പറയാണ്. ആദർശം ഉണ്ടല്ലോ അവന്റെ കൂടെ വഴികെട്ടാനായിട്ട്, പിന്നെ എന്തിനാ പേടിക്കുന്നതൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അനാമികയും അനിയാണെങ്കിൽ ഒട്ടും സന്തോഷമില്ലാതാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അവരിങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എന്തിനോ വേണ്ടിയിട്ട് ആർക്കാണ്ട് വേണ്ടി ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിച്ചാണ് ഇറങ്ങിപ്പോവാണ്. അപ്പോഴേക്കും ഇതെല്ലാം നവ്യ നയനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ നയന ആദർശോട് പറയാണ് എനിക്ക് പോയിട്ടൊരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ എന്താ ഇവിടെ വെച്ച് പറഞ്ഞെന്ന് പറയുമ്പോൾ അല്ല കുറച്ച് അത്യാവശ്യ കാര്യമാണ്, ഡീറ്റെയിലായിട്ട് തന്നെ പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുന്നുണ്ടോ. അപ്പം ആദർശനോട് നയന സംസാരിക്കുന്ന കാര്യമൊക്കെ അടുത്തൊരു അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.